നമ്മൾ MDS മാനേജർ ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുന്നേ ആയി ചെയ്യേണ്ട ചില ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് ഉണ്ട്, ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റാഫുകളെയും ഇൻസ്ട്രക്ടേഴ്സുകളുടെയും റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മുടെ സ്ഥാപനത്തിലെ വാഹനങ്ങളെ മാനേജ് ചെയ്യുന്ന വെഹിക്കിൾ മാനേജ്മെൻറ്റ് എന്ന സെക്ഷനും നമ്മുടെ സ്ഥാപനത്തിൽ വിദ്യാർത്ഥികൾക്കും കസ്റ്റമേഴ്സിനായും നൽകുന്ന പാക്കേജുകളെ കൺട്രോൾ ചെയ്യുന്ന പാക്കേജ് മാനേജ്മെൻറ്റ് സെക്ഷനും നമ്മൾ MDS മാനേജർ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പ്രൊഫൈലും കൃത്യമായി മാനേജ് ചെയ്യുക. അതെല്ലാം തുടർന്ന് വരുന്ന വീഡിയോകളിൽ വിശദീകരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റാഫിനെയും ഇൻസ്ട്രക്ടേഴ്സിനെയും എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം. മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ പ്രോജക്റ്റിൻ്റെ എല്ലാ വിധത്തിലുള്ള സെക്ഷൻസിലേക്കും പോകാനായി സൈഡ് നാവിഗേഷൻ മെനു ആണ് യൂസ് ചെയ്യുന്നത്. സൈഡ് നാവിഗേഷൻ മെനുവിൽ സ്റ്റാഫ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സ്റ്റാഫിനുള്ളിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം: ആഡ് സ്റ്റാഫ്, മാനേജ് സ്റ്റാഫ്. പുതിയ സ്റ്റാഫിനെ ആഡ് ചെയ്യുന്നതിനായി ആഡ് സ്റ്റാഫും നിലവിലുള്ള സ്റ്റാഫുകളെ കാണുന്നതിനായി മാനേജ് സ്റ്റാഫും എന്നുള്ള ഓപ്ഷനുകൾ ഇവിടെ കാണാവുന്നതാണ്. മാനേജ് സ്റ്റാഫ് ഓപ്പൺ ചെയ്യുമ്പോൾ തുടക്കത്തിൽ തന്നെ നെയിം ഓഫ് ദി ഓണർ എന്ന രീതിയിൽ ഒരു സ്റ്റാഫിൻ്റെ പേര് ആദ്യമേ ഉണ്ടായിരിക്കും. തുടക്കത്തിൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നെയിം ഓഫ് ദി ഓണർ എന്ന പേരിലാണ് നമ്മൾ ലോഗിൻ അക്കൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെയിം ഓഫ് ദി ഓണർ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ മെയിൻ സ്റ്റാഫ്, അതായത് സ്ഥാപനത്തിൻ്റെ ഓണറുടെ പ്രൊഫൈലാക്കി മാറ്റുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പെർമിഷൻ എന്ന സെലക്ഷൻ കാണുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നിടത്ത് ആക്റ്റീവ് തന്നെ ആയിരിക്കണം. ഇല്ലാത്ത പക്ഷം ഈ സ്റ്റാഫിൻ്റെ രേഖ സിസ്റ്റം സ്വീകരിക്കില്ല. ആവശ്യമുള്ള രേഖകൾ നൽകി സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി സ്റ്റാഫിൻ്റെ പ്രൊഫൈൽ പേജിലേക്ക് എത്തപ്പെടുന്നു. ഈ പറയുന്ന സ്റ്റാഫിൻ്റെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനോ എല്ലാ സ്റ്റാഫുകളെയും കാണുന്നതിനോ ഈ സ്റ്റാഫിന് വേണ്ടി ലോഗിൻ അക്കൗണ്ട് നൽകുന്നതിനോ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ സെറ്റിങ്സിനോ എല്ലാം ഈ പേജാണ് ഉപയോഗിക്കുന്നത്. ലോഗിൻ അക്കൗണ്ടും സെറ്റിങ്സും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അടുത്ത സെക്ഷനുകളിൽ നമ്മൾ വിശദമായി പരിചയപ്പെടും. പുതിയ ഒരു സ്റ്റാഫിനെ ആഡ് ചെയ്യുന്നതിനായി ഈ കാണിക്കുന്നത് പോലെ രണ്ട് ഭാഗങ്ങളിൽ കൂടെ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സിമ്പിളായി നമുക്ക് ആവശ്യമുള്ള രേഖകൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സ്റ്റാഫിനെ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റാഫിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാഫിൻ്റെ ലോഗിൻ ID ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നിലവിലുള്ള എല്ലാ സ്റ്റാഫുകളെയും കാണുന്നതിനായി മാനേജ് സ്റ്റാഫ് ക്ലിക്ക് ചെയ്യുക. സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇൻസ്ട്രക്ടേഴ്സിനെ മാനേജ് ചെയ്യുന്നത്. സൈഡ് മെനു ബാറിലെ ഇൻസ്ട്രക്ടേഴ്സിൽ ആഡ് ഇൻസ്ട്രക്ടർ, മാനേജ് ഇൻസ്ട്രക്ടർ തുടങ്ങിയ രണ്ട് ഓപ്ഷനുകൾ കാണാം. മാനേജ് ഇൻസ്ട്രക്ടർ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാഫ് മാനേജ്മെൻറ്റിൽ കണ്ടതുപോലെ ഇവിടെയും ഇൻസ്ട്രക്ടർ 1 എന്ന പേരിൽ ഒരു ഡീഫോൾട്ടായിട്ട് ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും. അവിടെ ആ ഇൻസ്ട്രക്ടറെയും സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആദ്യത്തെ ഇൻസ്ട്രക്ടറെ എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എൻട്രി ചെയ്യാം. തുടർന്ന് പുതിയ ഇൻസ്ട്രക്ടേഴ്സിനെ ആഡ് ചെയ്യുന്നതിനായി സ്റ്റാഫ് മാനേജ്മെൻറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ആഡ് ഇൻസ്ട്രക്ടർ എന്നുള്ള ഓപ്ഷൻ രണ്ട് ഏരിയയിൽ ഉണ്ടാവും. അവിടെ നിന്ന് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്യാം. തുടർന്ന് പുതിയ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്തുകൊണ്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക, പെർമിഷൻ ആക്റ്റീവ് ആയിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി സ്റ്റാഫിൽ പറഞ്ഞതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇൻസ്ട്രക്ടർ ID ജനറേറ്റ് ചെയ്യും, INS എന്ന് തുടങ്ങിക്കൊണ്ട്. അതുപോലെ മാനേജ് ഇൻസ്ട്രക്ടേഴ്സ് ക്ലിക്ക് ചെയ്താൽ നിലവിലുള്ള ഇൻസ്ട്രക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും ലിസ്റ്റ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യും. തുടർന്നുള്ള വീഡിയോകളും ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചുകൊണ്ട് MDS മാനേജർ പൂർണ്ണമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക.